ലഹരി ഉപയോഗത്തിനായി വേദനസംഹാരി ഗുളികകൾ കച്ചവടം നടത്തിയ സംഘം കൊല്ലത്ത് പിടിയിലായിട്ടുണ്ട്. മുണ്ടക്കൽ സ്വദേശി രാജീവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന ഗുളികയടക്കം പിടിച്ചെടുത്തു. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഈ ലഹരിക്ക് വേണ്ടി ഗുളിക ഉപയോഗിക്കുക, നമുക്കറിയാം ഈ ക്യാൻസർ മരുന്ന് അടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്, ചില മരുന്നുകളൊക്കെ തന്നെ ലഹരിക്കായി ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പിടിയിലായ വ്യക്തി ഈ രാജീവിന്റെ പശ്ചാത്തലം എന്താണ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്? കൊല്ലം മുണ്ടക്കലിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് രാജീവ്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും മറ്റുമാണ് ഈ ഗുളികകൾ എത്തിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എക്സൈസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇയാൾക്ക് ആരെങ്കിലും ഗുളികകൾ കൊണ്ടുവന്ന് നൽകുന്നതാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നിൽ വേറെ ഏതെങ്കിലും വലിയ റാക്കറ്റ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. എക്സൈസ് പറയുന്നതനുസരിച്ച് കൊല്ലം നഗരത്തിൽ ഇത്തരത്തിലുള്ള വേദനാസംഹാരികളായിട്ടുള്ള ഗുളികകൾ വിൽക്കുന്നതിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ രാജീവ് എന്ന് തന്നെയാണ്. സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇയാൾ ഈ ഗുളിക വിറ്റിരുന്നത്. ഒരു ഗുളികയ്ക്ക് 200 രൂപ നിരക്കിലായിരുന്നു. സാധാരണ 2 രൂപ അല്ലെങ്കിൽ 2 രൂപയിൽ താഴെ മാത്രമാണ് ഒരു ഗുളികയ്ക്ക് ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുക. പക്ഷേ അത് ഡോക്ടർമാരുടെ കൃത്യമായ കുറിപ്പടിയോടുകൂടി എത്തിയെങ്കിൽ മാത്രമേ ആ ഗുളികകൾ ലഭിക്കുകയുള്ളൂ. ക്യാൻസർ അടക്കമുള്ള രോഗത്താൽ വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വേദന കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ്. പക്ഷേ ഇത് പുറത്തുനിന്ന് എത്തിച്ച് ഏതാണ്ട് 200 രൂപയ്ക്ക് ഒരു ഗുളിക വിൽക്കുകയായിരുന്നു പതിവ്. ഒപ്പം തന്നെ ഇയാൾ ഈ ഗുളിക ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് ഗുളിക വെള്ളത്തിൽ കലക്കും, അതിനുശേഷം സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിവെക്കുമെന്നാണ് ഇയാൾ പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം എക്സൈസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. ശരി കണ്ണൻ.